ഉദാശയെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും അല്പസമയം നമ്മോട് സംസാരിക്കും. എല്ലാവർക്കും അവിടെ ഇരിക്കും. മണവാളനും മണവാട്ടി കസേരയിലിരിക്കും. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ജിൻഡു അല്ലേ, ജെയിംസ്, കർത്താവിൽ സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, മന്ദിരായിരിക്കുന്ന ഈ വൈദികർക്ക് വേണ്ടിയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏവർക്കും വേണ്ടിയും അനുഗ്രഹങ്ങളും നന്മകളും ഈ മക്കൾക്ക് നേരുവാൻ എനിക്കൊരു നിയോഗം ലഭിച്ചിരിക്കുകയാണ്. ദൈവനിയോഗത്തെ സന്തോഷത്തോടെ, നന്ദിയോടെ ഞാൻ ഇവിടെ കാണുന്നു. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങൾ അനേകം അവസരങ്ങളിലും ദേവാലയത്തിൽ വന്ന് ആരാധനയിൽ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവർ ഈ ദേവാലയത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ദൈവം അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ കൂട്ടിച്ചേർത്ത് അവരിലൂടെ ഈ ഭൂമിയിൽ ഒരു കുടുംബം ഉരുവാകുവാൻ പോവുകയാണ്. ഒരു പുതിയ കുടുംബം ഉരുവാകുന്ന നിമിഷങ്ങളാണ്. അവരുടെ കുടുംബജീവിതം ബർദീസയുടെ അനുഭവമാകണം എന്നുള്ള പ്രാർത്ഥനയോടെയാണ് നമ്മെ ക്ഷണിച്ചിരിക്കുന്നത്. എല്ലാവരും ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് അത്. ഈ ദേവാലയത്തിലേക്ക് ശ്രദ്ധിച്ചാൽ അതറിയാം. രണ്ട് വ്യത്യസ്തങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വളർന്നു വന്ന ഈ കുഞ്ഞുങ്ങൾ, ജിൻഡുവും ജെയിംസും, ഇവരിലൂടെ ഇന്ന് ഈ ഭൂമിയിൽ ഒരു പുതിയ കുടുംബം ഉരുവാകുന്ന ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രതിഭാസം എന്ന് പറയുന്നത്, ദൈവം ഈ ഭൂമിയിൽ ഒന്നിനെയും ഒറ്റയ്ക്കല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ചേതനവും അചേതനവുമായ വസ്തുക്കളിൽ പോലും ഈ ജോഡി എന്ന പ്രതിഭാസം, ഒന്നിനോട് പരസ്പരം ചേർന്ന് നിൽക്കുന്ന ആ ജോഡി എന്ന പ്രതിഭാസം, അത് അചേതന വസ്തുക്കളിൽ പോലും ഉണ്ട്. ഇവിടെ നമുക്കറിയാം, ഈ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവും അതിൻ്റെ പോസിറ്റീവും ചേരുമ്പോൾ ഇവിടെ ഈ ലൈറ്റ് പ്രകാശിക്കും. ഇതൊരു ദൈവത്തിൻ്റെ നിയോഗമാണ്. കാരണം ഈ ജെയിംസിൻ്റെ ജീവിതത്തിൽ പല ആലോചനകളും വന്നിട്ടുണ്ടാകും. ഈ ജിൻഡുവിൻ്റെ ജീവിതത്തിൽ പല ആലോചനകളും വന്നിട്ടുണ്ടാകും. കുടുംബജീവിതത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ടാകും. ജീവിത പങ്കാളിയെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ടാകും. പക്ഷേ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ അനുസരിച്ച് ഒരിക്കലും ഈ ലോകത്ത് ഒരു പങ്കാളിയെ ആർക്കും കിട്ടുകയില്ല, കിട്ടിയിട്ടുമില്ല. ഇവർ പരസ്പരം ബന്ധിതരായി ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൊരുത്തപ്പെട്ട് അതിശ്രേഷ്ഠമായൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുമ്പോൾ അവിടെയാണ് സ്വർഗം. ഒരു ചിന്തകൻ പറയുന്ന വാചകം ഞാൻ ഉദ്ധരിക്കുകയാണ്. പ്രശസ്തനായ ഒരു മനുഷ്യൻ പറയുകയാണ്, മാരേജ്, എന്തിനാണ് വിവാഹം? ഇറ്റ് ഈസ് ടു ക്രിയേറ്റ് എ മിനിയേച്ചർ ഹെവൻ ഓൺ എർത്ത്. മനസ്സിലായോ? ഇറ്റ് ഈസ് ടു ക്രിയേറ്റ് എ മിനിയേച്ചർ ഹെവൻ ഓൺ എർത്ത്. അത്രമാത്രം ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു. അവിടെയാണ് ഈ ചിന്തകൻ്റെ വാക്കുകൾ, ഇറ്റ് ഈസ് ടു ക്രിയേറ്റ്, മാരേജ് ഈസ് ടു ക്രിയേറ്റ് എ മിനിയേച്ചർ ഹെവൻ ഓൺ എർത്ത്. ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിതം ഒരു സ്വർഗമാകണം. അവിടെയാണ് സ്വർഗീയമായ അനുഭവം. സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവിടെ ഇരുന്നു കൊണ്ട്, വിവാഹം സ്വർഗത്തിൽ നിന്നൊക്കെ പറയും, അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ കാർമ്മികർ മാത്രമാണ്, ബലഹീനരും മൺമേരുമായി ഞങ്ങൾ വെറും കാർമ്മികരാണ്. സ്വർഗത്തിലെ ദൈവം അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുകയാണ്. ആ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വർഗീയമായ ഭവനം ഈ ഭൂമിയിൽ പണിയുവാൻ നിങ്ങൾക്ക് നിയോഗം ലഭിച്ചിരിക്കുകയാണ്. പൗലോസ്ലീഹ ഈ ബന്ധത്തെ ഒറ്റ വാക്കിലാണ് വിശേഷിപ്പിക്കുന്നത്. വിവാഹം. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു കൂദാശയെക്കുറിച്ചും. ഇറ്റ് ഈസ് എ മിസ്റ്ററി. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ ഇപ്പോൾ വായിക്കും ലേഖനങ്ങളിൽ. അവിടെ തുടങ്ങുന്ന ആ ഭാഗത്ത് പൗലോസ്ലീഹ പറയുന്നു, ഇത് ഒരു വലിയ രഹസ്യമാണ്. എന്താ? വിവാഹം.
2 ഹൃദയങ്ങൾ ഒന്നാകുന്നു, 2 മനസ്സുകൾ ഒന്നാകുന്നു, 2 ജീവിതങ്ങൾ ഒന്നാകുന്നു, 2 കുടുംബങ്ങൾ ചേർന്നൊരു പുതിയ കുടുംബം ഉണ്ടാകുന്നു. എല്ലാം ഇനി ഒന്ന്. ഇനി ഞാനുമില്ല, നീയുമില്ല. എന്താ ഉള്ളത്? ഞങ്ങൾ. അവിടെയാണ്. ഇറ്റ് ഈസ് എ മിസ്റ്ററി. അവിടെയാണ് ഒന്നും കൂടി ചേർന്ന്. അത്താനസ്വാമി പലപ്പോഴും പറയാറുണ്ട്, ഒന്നും കൂടി ചേർന്ന് 2 അല്ല, മറിച്ച് 1. അതാണ് മിസ്റ്ററി, രഹസ്യം. പൗലോസ്ലീഹ ഇതിനെ രഹസ്യം എന്നാ പറഞ്ഞു. വിവാഹ കുദാശകളെ പിതാക്കന്മാർ രഹസ്യം എന്നാ വിശേഷിപ്പിച്ചത്. രഹസ്യമാണല്ലോ വിശുദ്ധ കുർബാന, ഈ കുദാശകളെല്ലാം. അപ്പോൾ നിങ്ങൾ 2 കൂടി ചേർന്ന് സ്വർഗീയമായിരിക്കുന്ന ഭവനത്തിൻ്റെ പ്രതിച്ഛായയിൽ ഈ ലോകത്തിൽ ഒരു ഭവനം പണിയുവാൻ ദൈവ നിയോഗം ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രിസ്തുവും സഭയും. ക്രിസ്തു സഭയുടെ നായകനാണ്. ക്രിസ്തു സഭയുടെ ശിരസ്സാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരം. അപ്പോൾ ഒരു ശരീരവും ഒരു ശിരസ്സും തമ്മിലുള്ള ബന്ധം. ശിരസിനെ കൂടാതെ ശരീരം ഇല്ല, ശരീരത്തെ കൂടാതെ ശിരസ്സുമില്ല. ഇറ്റ് ഈസ് ആൻ ഓർഗാനിക് റിലേഷൻ, ഇൻസെപ്പറബിൾ. കാരണം വെട്ടിമാറ്റിയിട്ട് നിലനിൽപ്പില്ല. ഉണ്ടോ? ശിരസിനെ കൂടാതെ ശരീരമുണ്ടോ? ഇല്ല. അതാണ് പൗലോസ് ഒരിക്കലും വിച്ഛേദിക്കുവാൻ കഴിയാത്ത ഒരു ആഴമായ ബന്ധം. ഇത് കോൺട്രാക്റ്റ് അല്ല, ഇത് കുറേ കാലത്തേക്കുള്ള ബന്ധമല്ല. മലാഖി പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ യു ആർ മൈ കവനന്റഡ് വൈഫ് ആൻഡ് കമ്പാനിയൻ, നീ എൻ്റെ ഉടമ്പടി ചെയ്ത ഭാര്യ എന്നാണ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്. ജീവിത പങ്കാളിയെക്കുറിച്ച് അതാണ്. യു ആർ മൈ കവനന്റഡ് വൈഫ്, യു ആർ മൈ കവനന്റഡ് ഹസ്ബൻഡ്. ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഈ ബന്ധം തുടങ്ങിയത് മനുഷ്യകുലത്തിൻ്റെ ആരംഭത്തിൽ തന്നെയുണ്ട്. ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ആദം ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ടിട്ട് ആദമിന് തക്ക ഇണയും തുണയുമായിട്ട് ഹവ്വയെ സൃഷ്ടിച്ചു കൊടുത്തു, അല്ലേ? ആദം കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഹവ്വ ജീവിത സ്ത്രീയെ കാണുന്നു. ഉടൻ പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? ലോകത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രേമഗീതമാത്. ആദം പറയുകയാണ്, യു ആർ ദ ബോൺ ഓഫ് മൈ ബോൺ ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ. ആ ജീവിത പങ്കാളിയായ ഹവ്വയെ കണ്ടിട്ട് ആദാം പറഞ്ഞ വാക്കുകളാണ്, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും. മാംസത്തെ കൂടാതെ അസ്ഥിയില്ല, അസ്ഥിയെ കൂടാതെ മാംസമില്ല. അപ്പോൾ അവിടെ വിച്ഛേദിക്കുവാൻ കഴിയാത്ത ഒരാഴമായ ബന്ധം. ഇറ്റ് ഇസ് എ മിസ്റ്ററി. അത് ചേർന്നുണ്ടാകണം നല്ലവണ്ണം. ബാവാതിരുമേനി പലപ്പോഴും പറയും, കാലം ചെയ്ത മാത്യു സ്തുതിയൻ ബാബു, നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവൻ നല്ലവണ്ണം ജീവിക്കും. നല്ലവണ്ണം ജീവിക്കുന്നവൻ നല്ലവണ്ണം, അത് മനസ്സിൻ്റെ ആ പൊരുത്തവും ഐക്യവും കെട്ടുറപ്പുമാണ്. കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം അവിടെയാണ്. പ്രാർത്ഥനയുടെ ആത്മാവിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ അവിടെ പൈശാചികമായിരിക്കുന്ന ശക്തിക്കോ തിന്മയ്ക്കോ ഒന്നും പ്രവേശനമില്ല. രാവിലെയും വൈകിട്ടും നമ്മുടെ ഭവനങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും സാത്താൻ അവിടെ പ്രവേശിക്കുകയില്ല, യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബജീവിതം ദൈവം നിങ്ങൾക്ക് നായകനും നടത്തിപ്പുകാരനുമായിരുന്നുകൊണ്ട് നിങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ പരസ്പരം സഹിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം കരുതുവാനും പരസ്പരം അംഗീകരിക്കുവാനും. സ്വർഗമാകണമെങ്കിൽ അന്യോന്യം സ്നേഹിച്ചും അന്യോന്യം കരുതിയും പരസ്പരം സ്നേഹിച്ചും പരസ്പരം കരുതിയും പരസ്പരം സഹിച്ചും പരസ്പരം വഹിച്ചും പരസ്പരം ക്ഷമിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുവാനും പരസ്പരം ബഹുമാനിക്കുവാനും. അങ്ങനെയാണ് കുടുംബം പറുദീസ ആകുന്നത്. സർവശക്തനായ ദൈവം തമ്പുരാൻ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നൽവരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് എല്ലാ സമയവും ചൊരിഞ്ഞു തരട്ടെ എന്ന് ഈ വന്യരായ വൈദികരോടും ഈ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ബന്ധുമിത്രാദികളോടും ചേർന്ന് ഞാൻ നിങ്ങൾക്കെല്ലാ നന്മകളും ആശംസിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും.